അപ്പോൾ അദ്ദേഹം പറയുന്നത്, ലേഖൻ പറയുന്നത് ടൈംസ് ഓഫിന്റെ അലാമിംഗ് ആണെന്നുള്ളതാണ്. അപ്പൊ അതിലൊരു 100-200 തട്ടുകടയുണ്ട്, ബേക്കറി ഉണ്ട്. ഞങ്ങൾ MSME ആണ് എന്തെന്നൊക്കെ പറയുന്നത് എന്തൊക്കെയോ അതെല്ലാം ഉണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ആ റിപ്പോർട്ടിന്റെ ഉദ്ദേശം? അത് ദേശീയ തലത്തിൽ 1-ാം പേജിൽ കൊടുത്ത് ആഘോഷിക്കുന്ന എന്ത് പ്രാധാന്യമുണ്ട്? പ്രാധാന്യ എഡിറ്റോറിയൽ കൂടെ തന്നെ തീരുമാനിക്കണ്ടേ? പക്ഷെ പ്രാഥമികമായ മര്യാദ ഇത് നിയമസഭയിൽ മന്ത്രി നൽകിയ ഉത്തരത്തിലുള്ളതാണെന്ന് പറഞ്ഞാൽ ആ കണക്കിന് കുറെ കൂടി ആധികാരികത വരില്ലേ? മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു, ഇതാ 46,000 ഇത് കൂട്ടിയിരിക്കുന്നു. കേരളാസ് റിയൽ MSME സ്റ്റോറി ഓവർ 42,000 ക്ലോഷർ ഇൻ 9 years ആസ് ഗവൺമെന്റ് ക്ലെയിംസ് ഗ്രോത്ത്. ഞാൻ ഈ ലേഖനോട് എന്നെ ഒന്ന് വിളിച്ചു ചോദിക്കാമായിരുന്നില്ലേ? അപ്പൊ ഞാൻ പറയല്ലോ, ഞാൻ നൽകിയ ഉത്തരവാണല്ലോ. അപ്പൊ പിറ്റേ ദിവസം ഞാൻ പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് എന്റെ കോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് എന്നെ കോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത് കൊടുക്കുമ്പോഴായിരുന്നു കോട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിരുന്നു. എത്തിക്കലി അത് റോങ് ആണ്. കാരണം നിയമസഭയിൽ നൽകിയ മറുപടി ഏതെല്ലാം സ്ഥാപനങ്ങൾ അടച്ചിരിക്കുന്നു ആ റിപ്പോർട്ട് നിങ്ങൾ 1119 പേജുണ്ട്. നിയമസഭ റിപ്പോർട്ട് ചെയ്ത ലേഖകന്മാർ വായിക്കണം. അത് 2009 കൊല്ലത്തെയാണ്. പ്രളയം, കോവിഡ്, ഈ ഘട്ടത്തിലൊക്കെയുള്ള മറ്റേ മുറുക്കാങ്കട, പെട്ടിക്കട, ആ പേര് തന്നെ പെട്ടിക്കട, മുറുക്കാങ്കട എന്നുണ്ട്, പെട്ടിക്കട, എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. സംരംഭം എന്നാ ചോദിച്ചേക്കണേ. അപ്പൊ തുടങ്ങിയത് നമ്മൾ സംരംഭം എന്ന് പറയുന്നത് പോലെ തന്നെ പൂർത്തിയത് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഇന്ന് വന്നിട്ട് വളരെ പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ച് ഈ റിപ്പോർട്ടല്ലേ അവർ കാണുന്നുള്ളൂ, സോഴ്സ് കാണുന്നില്ലല്ലോ. ഇപ്പൊ കേരളത്തിന് ഇവരൊരു അജണ്ട എങ്ങനെയോ പ്രവർത്തിക്കുന്നത്. അത് ചിലപ്പോൾ ചിലർക്ക് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഒരു ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്ത ഒരു മെറ്റീരിയൽ ആകും ചെയ്യാം. പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് അലാമിങ്. എങ്ങനെ അലാമിങ് ആകുന്നത്? അലാമിങ് നോക്കുമ്പോൾ ഇന്നലെ എന്നോട് പത്രക്കാർ ചോദിച്ചാൽ പറയാതിരുന്നത്, കാരണം ഇത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എല്ലാ പത്രസമ്മേളനവും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ തുടങ്ങുന്ന വർഷം തന്നെ 30% മുതൽ 40% വരെ അടഞ്ഞു പോകുന്നുണ്ട്. കേരളത്തിൽ അത് 15% കുറഞ്ഞു. ഇപ്പൊ നമ്മൾ നോക്കും 12%. ഈ വർഷത്തെ കണക്ക് 2 വർഷത്തെ കണക്ക് എടുത്താൽ തന്നെ 2.5 ലക്ഷം തുടങ്ങിയാൽ 10% തന്നെ 25,000 15% ഈ കണക്കായി. അലാമിംഗ് ആകുന്ന എങ്ങനെയാ? ഇപ്പൊ പനി പടർന്നു പിടിക്കുന്നു, അലാമിംഗ് എന്ന ഇംഗ്ലീഷ് വാക്ക് എങ്ങനെ ഉപയോഗിക്കും? ഇപ്പൊ സാധാരണ വ്യത്യസ്തമായി ഇവിടെ വല്ലാത്ത അളവിൽ പനി കൂടുന്നു, അല്ലെങ്കിൽ രാജ്യത്ത് ഉണ്ടാകുന്നതിനൊക്കെ വ്യത്യസ്തമായി കൂടുന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.